സ്വാതന്ത്ര്യദിന ക്വിസ് 2024. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത് എന്ന്? ഉത്തരം 1947 ഓഗസ്റ്റ് 15. 2021 സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ വിഷയം എന്താണ്? ഉത്തരം രാഷ്ട്രം ആദ്യം എപ്പോഴും ആദ്യം. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ഏതു ദേശാഭിമാനിയുടെ വാക്കുകളാണിത്? ഉത്തരം ബാലഗംഗാധര തിലക്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ച ബ്രിട്ടീഷുകാരൻ? ഉത്തരം A.O. ഹ്യൂം. രഘുപതി രാഘവ രാജാറാം എന്ന പ്രശസ്തമായ ഗാനം രചിച്ചതാര്? ഉത്തരം തുളസീദാസ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷമേത്? ഉത്തരം 1857. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം ഗാന്ധിജി നൽകിയ സമരമേത്? ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം. ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മസ്ഥലം ഏതാണ്? ഉത്തരം അലഹബാദ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സെഷനിലാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏത്? 1929 ലാഹോർ സമ്മേളനം. ഗാന്ധിജിയും അനുയായികളും ദണ്ഡിയാത്ര ആരംഭിച്ചത് എവിടെ നിന്ന്? ഉത്തരം സബർമതി ആശ്രമത്തിൽ നിന്ന് 1930. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ഏത്? ഉത്തരം 1942. ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ശിപ്പായി ലഹള. ഇന്ത്യയുടെ ഇപ്പോഴത്തെ പതാക രൂപകൽപ്പന ചെയ്തത് ആര്? ഉത്തരം പിംഗലി വെങ്കയ്യ. ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ലാൽ ബഹദൂർ ശാസ്ത്രി. ഇന്ത്യയുടെ ദേശീയ മുദ്രാവാക്യം എന്താണ്? ഉത്തരം സത്യമേവ ജയതേ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് ആര്? ഉത്തരം W.C. ബാനർജി. ദേശീയ തലത്തിൽ 2021 ചെങ്കോട്ടയിൽ നടക്കുന്ന സ്വാതന്ത്ര്യദിന ചടങ്ങിൽ ആരാണ് പതാക ഉയർത്തുക? ഉത്തരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് ആര്? ഉത്തരം W.C. ബാനർജി. ദേശീയ തലത്തിൽ 2021 ചെങ്കോട്ടയിൽ നടക്കുന്ന സ്വാതന്ത്ര്യ ചടങ്ങിൽ ആരാണ് പതാക ഉയർത്തുക? ഉത്തരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാരേ ജഹാം സെ അച്ഛ എന്ന കവിത എഴുതിയത് ആരാണ്? ഉത്തരം മുഹമ്മദ് ഇക്ബാൽ. പ്രധാനമന്ത്രിമാരുടെ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം? ഉത്തരം അലഹബാദ്. സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് ഗാന്ധിജി എത്ര തവണ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു? 5 തവണ. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന മറ്റു രാജ്യം? ഉത്തരം ബഹ്റൈൻ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടതെവിടെ? ഉത്തരം മീററ്റ്, ഉത്തർപ്രദേശ്. ഉപ്പു നിയമ ലംഘനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ യാത്രയുടെ പേര്? ഉത്തരം ദണ്ഡിയാത്ര. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് രൂപം കൊടുത്ത വ്യക്തി? ഉത്തരം യൂസഫ് മെഹ്റലി. ലാൽ പാൽ ബാൽ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരെല്ലാം? ഉത്തരം ലാലാ ലജ്പത് റായ്, വിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക്. മലബാർ ലഹള നടന്ന വർഷം? ഉത്തരം 1921. രാഷ്ട്രപിതാവ് എന്ന വിശേഷണം ഗാന്ധിജിക്ക് നൽകിയത് ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്.
ജയ് ഹിന്ദ് ആരുടെ മുദ്രാവാക്യമാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യയിൽ ആദ്യമായി കടൽ മാർഗം എത്തിയ വിദേശ ശക്തികൾ? ഉത്തരം പോർട്ടുഗീസ്. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി? ഉത്തരം സരോജിനി നായിഡു. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? ഉത്തരം കെ കേളപ്പൻ. ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ്? ഉത്തരം ഓഗസ്റ്റ് 9. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായതെന്ന്? ഉത്തരം 1885 ഡിസംബർ 28. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏത്? ഉത്തരം ബോംബെ സമ്മേളനം 1942. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന അമൃതസർ ഏത് സംസ്ഥാനത്താണ്? ഉത്തരം പഞ്ചാബ്. വാഗൺ ട്രാജഡി നടന്നതെന്ന്? ഉത്തരം 1921 നവംബർ 10. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ക്ലമന്റ് ആറ്റ്ലി. ദേശബന്ധു എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്? ഉത്തരം CR ദാസ്. ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചത്? ഉത്തരം ചൗരി ചൗര സംഭവം. പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ലാലാ ലജ്പത് റായ്. ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ പ്രഭാഷണം നടത്തിയത് എവിടെ വെച്ച്? ഉത്തരം മുംബൈയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് വെച്ച്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയതോടെ ഗോവാലിയ ടാങ്ക് മൈതാനം അറിയപ്പെടുന്ന മറ്റൊരു പേര്? ഉത്തരം ഓഗസ്റ്റ് ക്രാന്തി മൈതാനം. തെരഞ്ഞെടുപ്പിലൂടെ ആദ്യ കോൺഗ്രസ് പ്രസിഡന്റായ വ്യക്തിയാര്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏത് സംഭവത്തെയാണ്? ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരം. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായി വിളിച്ചതാര്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചതാര്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. 1934 ജനുവരി 11 കോഴിക്കോട് ടൗൺ ഹാളിൽ ആരുടെ ചിത്രമാണ് ഗാന്ധിജി അനാച്ഛാദനം ചെയ്തത്? ഉത്തരം കെ മാധവൻ നായർ.